ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എടുക്കുന്ന മൊഡ്യൂൾ 4ൻ്റെ ടോപ്പിക്ക്, ഇന്നും നാളെയും കൂടി എടുക്കുന്ന ടോപ്പിക്കുകൾ, ഇന്നും വെൻസ്ഡേയും കൂടി ഇന്ന് എടുക്കുന്ന ടോപ്പിക്കും കൂടി നമ്മുടെ സീരീസിനുണ്ടാവും. അപ്പോൾ ഇതും കൂടി വൃത്തിയായിട്ട് പഠിച്ചു വച്ചേക്കാം. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4 പഠിക്കാനുള്ളത് മൊഡ്യൂൾ 4 നമുക്ക് പഠിക്കാനുള്ളത് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്, ഫാറ്റിഗ് ആൻഡ് ഫ്രാക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഭാഗങ്ങളിൽ വൃത്തിയായിട്ട് ഡിസ്കസ് ചെയ്തൊരു സംഭവമുണ്ട്, കോൾഡ് വർക്കിംഗ് എന്നുള്ളത്. കോൾഡ് വർക്കിംഗ്, സ്ട്രെസ് ഹാർഡനിങ്, സ്ട്രെയിൻ ഹാർഡനിങ്, ദെൻ ഹോട്ട് വർക്കിംഗ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് തട്ടിപ്പൊട്ടി പോയാണ്. അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയൽ പ്രോപ്പർട്ടീസ്, അലോയ് സ്റ്റീൽസ്, എഫക്റ്റ് ഓഫ് അലോയിങ് എലമെൻറ്റ്സ് ഇൻ സ്റ്റീൽ, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. അതായത് അലോയിങ് എലമെൻറ്റുകൾ, നമ്മളൊരു മെറ്റീരിയലിൽ അലോയ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ്. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ലൈക്ക് നിക്കൽ സ്റ്റീൽ, കൊബാൾട്ട് സ്റ്റീൽ, അലൂമിനിയം, കോപ്പർ, അങ്ങനെയുള്ള സാധനങ്ങൾ, അതിൻ്റെ അലോയ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ടൂൾ സ്റ്റീൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫെറ്റിഗ്. നിങ്ങൾ ഓർക്കണം, ലാസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളുടെ കഴിഞ്ഞ സീനിയേഴ്സിനൊക്കെ ഇതൊരു മൊഡ്യൂളും ഈ ഫെറ്റീഗിൻ്റെ ഒരു മൊഡ്യൂൾ, ഫെറ്റീഗ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് മൊഡ്യൂൾ തന്നെയായിരുന്നു. ഇതിൻ്റെ ടോപ്പിക്കിന് കുറവൊന്നുമില്ല. സെയിം ടോപ്പിക്കുകൾ എല്ലാം കൂടി ഒറ്റ മൊഡ്യൂളിലേക്കാക്കി കംപ്രസ് ചെയ്തിട്ട് തന്നേക്കുന്നു എന്നുള്ളൂ. അപ്പോൾ ഫെറ്റീഗ് എന്താണ്, ഫെറ്റീഗ് സ്ട്രെസ് എന്താണ് അതിൻ്റെ കുറേ ഫെറ്റീഗ് ലൈഫ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആ മൊഡ്യൂൾ പഠിക്കാനുള്ളത്. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂളും കൂടി ഉള്ളൂ. ഫിഫ്ത്ത് മൊഡ്യൂളിലും ഈ ഫ്രാക്ചർ കാര്യങ്ങളൊക്കെയാണ്, ഫ്രാക്ചർ ക്രീപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫോർത്ത് മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 4ലേക്ക് കിടക്കാം. മൊഡ്യൂൾ 4 തുടക്കം നമുക്ക് കോൾഡ് വർക്കിംഗ് എന്താണ്, റിക്രിസ്റ്റലൈസേഷൻ, ഗ്രെയിൻ ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഇത് മൈൻഡ് യു, ഈ ടോപ്പിക്കുകളെല്ലാം ഇൻ്റർലിങ്ക്ഡ് ആണ്. ഇൻ്റർലിങ്ക്ഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ടോപ്പിക്ക് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കോൾഡ് വർക്കിംഗ് ആണ്. കോൾഡ് വർക്കിങ്ങിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് റിക്രിസ്റ്റലൈസേഷനിലും റീഅപ്രോച്ച് ചെയ്യേണ്ടതൊക്കെ വരും. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്താണെന്ന് ആദ്യം തുറക്കാം. ഇതെല്ലാം അങ്ങോട്ട് ലിങ്ക്ഡ് ആണ്. ഇതും നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കാൻ വന്ന, അടുത്ത സെമസ്റ്ററിൽ പഠിക്കാൻ പോകുന്ന മാനുഫാക്ചറിങ് ടെക്നോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, കാര്യം തിയറി ആണെങ്കിലും അതിൻ്റെ പ്രോബ്ലമാറ്റിക് സൈഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ വൃത്തിയായിട്ട് പഠിച്ചു പോവാം. അപ്പോൾ കോൾഡ് വർക്കിംഗ് എന്താണ്? കോൾഡ് വർക്കിംഗ് എന്ന് വെച്ചാൽ ബേസിക്കലി ഇറ്റ് ഈസ് വർക്കിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിഫോർമേഷൻ ടേക്കിംഗ് ബിലോ റിക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഒരു അപ്രോക്സിമേറ്റ്ലി നമ്മൾ 0.5 ഓഫ് ദി മെൽറ്റിംഗ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ എൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ് എൻ്റെ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 1750 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി ഇതിൻ്റെ ഒരു അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ റിക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ എന്ന് പറയാം. അപ്പോൾ ഈ ടെമ്പറേച്ചറിന് ബിലോ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അതിന് മെറ്റീരിയൽസിന് ഉണ്ടാകുന്ന കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ പ്രോപ്പർട്ടി ചേഞ്ചസ് ഉണ്ട്. ഈ വക സാധനങ്ങളൊക്കെയാണ് നമ്മൾ കോൾഡ് വർക്കിംഗ് എന്ന് പറയാം. ലോ ടെമ്പറേച്ചറിൽ ബിലോ 0.5 മെൽറ്റിംഗ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ബിലോ റിക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിൽ നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കോൾഡ് വർക്കിംഗ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് തന്നെ, ഈ കോൾഡ് വർക്കിംഗ് എന്താണെന്നുള്ളത് തന്നെ നമുക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ ഈ മാനുഫാക്ചറിംഗ് ടെക്നോളജിയിൽ ഇത് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് വൃത്തിയായിട്ട് ഇപ്പോഴേ പഠിച്ചു പോവാം. അപ്പോൾ ഇനി കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ എന്താണ്? കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടൊന്ന് ആലോചിക്കുക. നിങ്ങളൊരു കമ്പി എടുത്തിട്ട്, ഒരു സാധനം എടുത്തിട്ട്, ഒരു മെറ്റലിൻ്റെ ഒരു കമ്പി എന്തെങ്കിലും എടുത്തിട്ട് അതിൽ ചുറ്റിയും കൊണ്ട് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ചുറ്റിയും കൊണ്ട് അടിക്കുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗ്രെയിൻസിൻ്റെ കണ്ടീഷൻ ഡിസ്റ്റോർട്ടഡ് കണ്ടീഷനിലായിരിക്കും. അതായത് ഈ ഫേസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ സ്ട്രെസ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഗ്രെയിൻസ് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും. ദെൻ യൂഷ്വലി ഈ കുറേ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ, ഉറപ്പായിട്ട് ചേഞ്ച് ചെയ്യും. കോൾഡ് വർക്ക് ചെയ്യുന്നത് നല്ലതാണോ അതോ മെറ്റീരിയലിന് ചീത്തയാണോ നമുക്ക് ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ് ഓൺ ദി ടാസ്ക്. നമുക്ക് ആവശ്യമുള്ള ഫൈനൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് അനുസരിച്ചിട്ടാണ് കോൾഡ് വർക്കിങ്ങിൻ്റെ എഫക്റ്റ് ഇൻക്രിമെൻ്റലാണോ ഡെട്രിമെൻ്റലാണോ നമുക്ക് പറയാൻ പറ്റുക. അഡ്വാൻറ്റേജസ് ആണോ ഡിസഡ്വാൻറ്റേജസ് ആണോ നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോൾഡ് വർക്കിങ്ങിൻ്റെ എഫക്റ്റുകൾ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കണം. കോൾഡ് വർക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് യൂഷ്വലി ഇൻക്രീസ് ചെയ്യും. ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത്, നിങ്ങൾ സ്ട്രെസ് സ്ട്രെയിൻ കർവൊക്കെ ഓൾറെഡി പഠിച്ചതാണ്. സ്ട്രെസ് സ്ട്രെയിൻ കർവിൽ ഇതിൻ്റെ ഇലാസ്റ്റിക് പോയിൻ്റ്, ഈ മെറ്റീരിയലിന് പ്ലാസ്റ്റിക് ഡിഫോർമേഷന് വേണ്ടി ഒരുപാട് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ മെറ്റീരിയലിൻ്റെ ഡക്റ്റിലിറ്റി പോയിട്ട് ഇതിന്
ഇതിൻ്റെ സ്ട്രെങ്ത്ത് കൂടും. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു ടിപ്പിക്കൽ മൈൽഡ് സ്റ്റീലിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ കർവ് വരാം. ഇതിൻ്റെ ഈൽഡ് പോയിന്റ് ഇവിടെയാണ്, അപ്പർ ഈൽഡ് പോയിന്റ്, ഈ ഓവർ ഈൽഡ് പോയിന്റ് ഞാൻ ഇച്ചിരി മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഇതിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത്ത്, ഫ്രാക്ചർ പോയിന്റ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ ഇതിൻ്റെ സ്ട്രെസ് എങ്ങനെ നമ്മൾ ഒരു മെറ്റീരിയൽ സ്ട്രെങ്ത് എങ്ങനെ പറയാം, അതിൻ്റെ ഇത് XY എന്താണെന്ന് അറിയാലോ, സിഗ്മ ആൻഡ് അപ്സിലോൺ. സിഗ്മ എന്ന് വെച്ചാൽ സ്ട്രെസ്സും അപ്സിലോൺ എന്ന് പറയുന്നത് ഡിഫോർമേഷനും, അതായത് സ്ട്രെയിനുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഇനിയും എടുത്തു തരേണ്ട കാര്യമില്ല എന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തുടക്കത്തിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞതാണ്. ഓക്കെ, നിങ്ങൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ ഇത് തന്നെ പഠിക്കണമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഒരു പെർസെൻറ്റേജ് കോൾഡ് വർക്കിംഗ് അനുസരിച്ചിട്ട് ഇതിൻ്റെ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന് വ്യത്യാസം വരും. ഇതൊരു 5 ms സാധനമാണ്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്കൊരു 5% കോൾഡ് വർക്കിംഗ് ചെയ്തെന്ന് വെച്ചോ, 5% കോൾഡ് വർക്കിംഗ് ചെയ്യും. ഇതിൻ്റെ സ്ട്രെങ്ത്, ഒരു മെറ്റീരിയൽ സ്ട്രെങ്ത് തന്നെ പറയാം, ഇതിൻ്റെ ഈൽഡ് സ്ട്രെങ്ത് വെച്ചിട്ടാണ്. ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്ലോപ്പാണ്, ഈ ചരിവാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങോട്ട് പോകും തോറും ചരിവ് കൂടി കൂടി വരും. അപ്പോൾ നമ്മളൊരു 5% ഇതിനെ കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിൻ്റെ ഈ റെഡിൽ കാണിച്ചേക്കുന്നത് 5% കോൾഡ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ, അതായത് ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിന് ഒരു 5% സ്ട്രെങ്ത് കൂട്ടിയിട്ട് നമ്മളിതിനെ കോൾഡ് വർക്ക് ചെയ്യുന്നു. ചുറ്റി കൊണ്ട് വലിയ ഹോൾസ് ഒന്നും കൊടുക്കാണ്ട് ചെറുതായിട്ട് നമ്മൾ അടിക്കുന്നു. അപ്പോൾ 5% കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നോക്കിയേ, സ്ലോപ്പ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതായത് മെറ്റീരിയലിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കൂടി, പക്ഷേ അതിൻ്റെ ഡക്റ്റിലിറ്റി, അതിൻ്റെ ഇലോങ്ങേറ്റ് ചെയ്യാനുള്ള അബിലിറ്റി, സ്ട്രെയിൻ്റെ അബിലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞത് ഇവിടം വരെ, വലിയ സ്ട്രെയിൻ ഒന്നും ഉണ്ടാവില്ല. ഇനി നോക്കിയേ, ഞാൻ പിന്നെയും കോൾഡ് വർക്കിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയായിരുന്നെങ്കിൽ 10% കോൾഡ് വർക്ക് കൂട്ടുകയാണെങ്കിൽ അതിൻ്റെ എന്ത് പറ്റും, പിന്നെയും സ്ട്രെങ്ത് കൂടി, കണ്ട അതിൻ്റെ സ്ലോപ്പ് പിന്നെയും കൂടി, പക്ഷേ അതിൻ്റെ ഡക്റ്റിലിറ്റി പിന്നെയും കുറഞ്ഞു. ഓക്കെ, ഇതൊരു അപ്രോക്സിമേറ്റ് റെപ്രസെൻറ്റേഷനാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ കോൾഡ് വർക്കിങ്ങിൻ്റെ എഫക്റ്റ് വെച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത് എങ്ങനെ വേരി ചെയ്യണമെന്ന് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി കോൾഡ് വർക്കിംഗ് കാരണം നമുക്ക് സ്ട്രെങ്ത് മാത്രമല്ല ഇതിൻ്റെ ഹാർഡ്നെസ് കൂടും. സ്ട്രെയിൻ ഹാർഡനിങ് എന്നാണ് ഇതിനെ പറയാം. മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് കൂടും. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, റെസിസ്റ്റൻസ് ടു കൊറോഷൻ, ഈ വക സാധനങ്ങൾക്കും വ്യത്യാസം വരും. അതിനൊരു ചാർട്ട് ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഈ സംഗതിനെയാണ് സ്ട്രെയിൻ ഹാർഡനിങ്ങിനെയാണ്, മെറ്റീരിയലിൻ്റെ ഹാർഡ്നെസ് കൂടുകയും ഡക്റ്റിലിറ്റി കുറയുകയും ചെയ്യുന്ന പരിപാടിയാണ് നമ്മൾ സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറയാം കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ. ഇപ്പോൾ കോൾഡ് വർക്കിംഗ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ കുറേ കാര്യങ്ങളിലൊക്കെ ഇതിനെ സ്ട്രെങ്ത് കൂട്ടാനാണെങ്കിൽ നമുക്ക് കോൾഡ് വർക്കിംഗ് ചെയ്യാം, പക്ഷേ മെറ്റീരിയലിൻ്റെ ഡക്റ്റിലിറ്റി കുറയും. നമുക്ക് ഇലോങ്ങേഷൻ ആവശ്യമുള്ളൊരു സാധനം, ഒരു സ്പ്രിംഗ് പോലത്തെ സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കോൾഡ് വർക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ കോൾഡ് വർക്കിങ്ങിൻ്റെ സമയത്ത് എന്താ ശരിക്കും സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈക്രോസ്ട്രക്ചറിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയലിൻ്റെ അകത്തുള്ള പോയിന്റ് ഡിഫക്റ്റുകളുടെ ഡെൻസിറ്റി, നമ്മൾ പറഞ്ഞേക്കുന്ന ഡിഫക്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. ഫ്രങ്കൽ ഡിഫക്റ്റ്, ഷോർട്ട് ഡിഫക്റ്റുകൾ, അതുപോലെ തന്നെ വേക്കൻസി ഡിഫക്റ്റ്, അങ്ങനെ കുറേ സാധനങ്ങൾ പറഞ്ഞിരുന്നു. ഈ വേക്കൻസീസും സെൽഫ് ഇൻഡസ്ട്രീഷ്യൽസിൻ്റെയൊക്കെ എണ്ണം കൂടും. അതായത് ലാറ്റിസ് പെട്ടെന്ന് ഇങ്ങനെ കംപ്രസ് ചെയ്യുകയാണല്ലോ, ഇതിൻ്റെ അകത്തുള്ള മെറ്റീരിയലിൻ്റെ അറേഞ്ച്മെൻറ്റ് കുറേ വ്യത്യാസങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ ഇതിനെന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണലി ഈ ലാറ്റിസിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ചെയ്ത് നോക്കി, സാധനം കംപ്രസ് ചെയ്തിട്ട് അതിനെ അങ്ങോട്ട് ഇങ്ങോട്ട് അനങ്ങാൻ പറ്റാണ്ട് എനർജി സ്റ്റോർ ചെയ്യപ്പെടും. പിന്നെ ഗ്രെയിൻ ബൗണ്ടറീസിൽ സിമെൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും, ഗ്രെയിൻ ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇതിൻ്റെ ഡക്റ്റിലിറ്റി കുറയുകയും സ്ട്രെങ്ത് കൂടുകയും ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കോൾഡ് വർക്കിങ്ങിൽ പല എക്സാമ്പിൾസ് ഉണ്ട്. നമ്മൾ മെക്കാനിക്കലി വർക്ക് ചെയ്യുന്ന കുറേ പരിപാടികളുണ്ട്. ഫോർജിങ്, റോളിങ്, എക്സ്ട്രൂഷൻ എന്നൊക്കെ പറയാം. ഫോർജിങ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഇരുമ്പിൻ ആലയിലൊക്കെ, അതായത് ഫോർജിൽ നമ്മൾ മെറ്റലിനെ ഹീറ്റ് ചെയ്ത് അതിനെ ഹാമർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഫോർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റോളിങ് എന്താണ്, റോളിങ് പറയാം, 2 റോളുകളുടെ ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഷീറ്റിനെ അതിൻ്റെ തിക്നെസ് റിഡ്യൂസ് ചെയ്യുന്ന പരിപാടിയാണ് റോളിങ്. അതുപോലെ തന്നെ എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ബില്ലറ്റിനെ നമ്മൾ വെച്ചിട്ട് ഒരു ഡൈയുടെ അകത്തുകൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുന്നതാണ്. ഇവിടെ കണ്ടുണ്ട്. ഓക്കെ, റോളിംഗ് എന്ന് പറയുന്നത് 2 റോളുകളുടെ ഇടയിൽ കൂടെ ഒരു തിക്ക് ഷീറ്റിനെ പുറത്തേക്ക് വലിക്കും. ഈ റോളുകൾ കിടന്ന് കറങ്ങും. അപ്പോൾ തിക്ക് എന്താ, ചപ്പാത്തി പരത്തണമല്ല, ഈ പുറത്തേക്ക് വരുന്ന സാധനത്തിൻ്റെ കട്ടി കുറയും, അത്രയേ ഉള്ളൂ. ഡ്രോയിങ്ങിൽ എന്ന് പറയുന്നത് ഒരു ഡൈ വെച്ചിട്ട് നമ്മൾ വർക്ക് പീസിനെ ഡൈൻ്റെ അകത്തുകൂടെ പുറത്തേക്ക് വലിക്കും. അപ്പോൾ ഈ ഡൈയുടെ ഇപ്പുറത്തുള്ള ക്രോസ് സെക്ഷൻ ചെറുതായിട്ട് ഡയമീറ്റർ കുറഞ്ഞ് കിട്ടും. ഇവിടെ ടെൻസൈൽ ഫോഴ്സാണ് കൊടുക്കുന്നത്. ഇനി എക്സ്ട്രൂഷൻ എന്ന് പറയുമ്പോൾ ഇതേ പരിപാടിയാണ്, ഈ ഡയറക്ഷൻ വ്യത്യാസപ്പെടുന്നുള്ളൂ. ഇവിടുന്ന് ഇപ്പുറത്തുനിന്നാണ് ഈ സാധനത്തിൻ്റെ തള്ളിയാണ് വിടുന്നത്. ടെൻസൈൽ ഫോഴ്സ് അല്ല, കംപ്രസീവ് ഫോഴ്സാണ്. അതിനൊക്കെ കുറേ എഫക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ,
അതൊക്കെയാണ് കോൾഡ് വർക്കിംഗ്. കോൾഡ് വർക്കിംഗ് മെയിനായിട്ട് ചെയ്യുന്നത് കുറേ മെറ്റീരിയൽസ്, എക്സാമ്പിൾ അലൂമിനിയം, കോപ്പർ, നിക്കൽ പോലെയുള്ള ഹൈലി ഡക്റ്റൈൽ ആയിട്ടുള്ള മെറ്റീരിയൽസിലാണ് നമ്മൾ ഈ കോൾഡ് വർക്കിംഗ് ഒക്കെ കൂടുതൽ ചെയ്യാറ്. കോൾഡ് വർക്കിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഓർക്കണം, റിക്രിസേഷൻ ടെമ്പറേച്ചറിന് താഴെയാണ്. കോൾഡ് ഫോർജിങ് ഉണ്ട്, ഹോട്ട് ഫോർജിങ് ഉണ്ട്, അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ട്. ഇത് ഹോട്ടാകുമ്പോൾ എന്താണ്, ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രിസേഷൻ ടെമ്പറേച്ചറിന് മുകളിലായിരിക്കും. അപ്പോൾ ഈ എഫക്റ്റുകളൊക്കെ നേരെ തിരിച്ചായിരിക്കും. ഓക്കെ, മെറ്റീരിയലിൻ്റെ മൈക്രോ സ്ട്രക്ചറിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ ടൈമൊക്കെ കിട്ടും. അപ്പോൾ കോൾഡ് വർക്കിങ്ങിൻ്റെ എഫക്റ്റിൽ എന്തൊക്കെ പറയുക, സ്ട്രെങ്ത് കൂടും, ഹാർഡ്നെസ് കൂടും, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ജനറലി കൂടും, ഡക്റ്റിലിറ്റി എന്തായാലും കുറയും. അതിന് ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ എന്ത് പറ്റും, കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇത്രയും ഭാഗമാണ് കോൾഡ് വർക്കിംഗ്, ഇത് ജനറൽ ഡയഗ്രാം. കോൾഡ് വർക്ക് ചെയ്യുമ്പോൾ ഇൻറ്റേർണൽ സ്ട്രെസ്സുകൾ കൂടും, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കുറയും, ഡക്റ്റിലിറ്റി കുറയും, ടെൻസൈൽ സ്ട്രെങ്ത് കൂടും. ഓക്കെ, ഇനി റിക്കവറിയും റിക്രിസറേഷനും ഗ്രെയിൻ ഗ്രോത്തും നമുക്ക് പറയാം. അപ്പോൾ ഹോട്ട് വർക്കിംഗ് എന്താണ്? ഹോട്ട് വർക്കിംഗ് എന്ന് പറയുന്നത് റിക്രിസറേഷൻ ടെമ്പറേച്ചറിന് മുകളിൽ വർക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോട്ട് വർക്കിംഗ് എന്ന് പറയുക. മേജറായിട്ട് നമ്മൾ ഫോർജിലൊക്കെ ചെയ്യുന്നത് ഹോട്ട് വർക്കിംഗ് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് സ്ട്രെയിൻ ഹാർഡനിങ് എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഗ്രെയിൻസ് പുറത്തേക്ക് വരുന്ന ഗ്രെയിൻസ് അത്യാവശ്യം നല്ല ഷേപ്പുള്ള സാധനം, സെയിം ഷേപ്പുള്ള സാധനങ്ങളൊക്കെ തന്നെ ആയിരിക്കും. കോൾഡ് വർക്കിംഗ് ചെയ്യുമ്പോൾ ഗ്രെയിൻസ് ഈ ചതച്ച് വയ്ക്കുന്ന പോലെ ഒന്ന് ചതഞ്ഞ് പോവും, അതിൻ്റെ ഷേപ്പിനൊക്കെ ഡിസ്റ്റോർഷൻസ് സംഭവിക്കും. ഓക്കെ, ഇനി വേറൊരു കാര്യം പറയാനുള്ളത് ബോഷിംഗർ എഫക്റ്റാണ്. ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് മെറ്റീരിയൽസിൻ്റെ. അതായത് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന സാധനങ്ങൾ നോക്കാൻ നിങ്ങളൊന്ന് ആലോചിക്കുക. എൻ്റെ ഒരു 2 കമ്പിയുണ്ട്, കോപ്പറിന് 2 കമ്പിയുണ്ട്. ഈ 2 കമ്പിക്കും സെയിം ക്രോസ് സെക്ഷനാണ്, സെയിം കോമ്പോസിഷനാണ്, എല്ലാം ഓക്കെ തന്നെ. ഈ 2ന് ഞാൻ ആദ്യം ഒരു ടെൻസൈൽ സ്ട്രെസ്സിന് അണ്ടർഗോ ചെയ്യിക്കും. അതായത് ഞാൻ പിടിച്ച് 2 സൈഡിലും ഒരേ ഫോഴ്സ് വെച്ചിട്ട് 2നെയും പിടിച്ച് വലിക്കും, ചെറുതായിട്ട് വലിഞ്ഞ് എന്നിട്ട് നമ്മൾ വിട്ടു. ഓക്കെ, എന്നിട്ട് 2 ടെൻസൈൽ സ്ട്രെസ്സിന് നമ്മൾ വിട്ടു, ഒന്ന് ഇലാസ്റ്റിക് ലിമിറ്റിന് താഴെയാണ്, നമ്മൾ വലിച്ച് സ്പ്രിങ് പോലെ തിരിച്ച് വിടുകയും ചെയ്തു. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് ഒരു കമ്പീനെ, ഈ 2 എണ്ണത്തിൽ ഒരെണ്ണത്തിന് ഞാൻ എന്ത് ചെയ്തു, ടെൻസൈൽ ഫോഴ്സിന് പിന്നെ എഫക്റ്റ് ചെയ്യിപ്പിച്ചു. അപ്പോൾ അത് സൈക്ലിക്കൽ ലോഡിംഗ് ആണ്. ആദ്യം ടെൻസൈൽ ലോഡിങ് കൊടുത്തു, പിന്നെ വിട്ടു, പിന്നെ ഒന്നുകൂടി ടെൻസൈൽ ലോഡിങ് കൊടുത്തു. അപ്പോഴും ഓൾമോസ്റ്റ് സെയിം ലെവലിൽ തന്നെയാണ് ടെൻസൈൽ ലോഡ് ചെയ്തത്. പക്ഷേ കംപ്രസീവ് ലോഡ് കൊടുത്ത കമ്പിക്ക് ഒരുപാട് കംപ്രസീവ് ലോഡ് താങ്ങാൻ പറ്റില്ല. അതായത് ഫ്രീ ആയിട്ട് നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുക്കണേക്കാളുമ്പോൾ ബെയർ കമ്പി ഉണ്ടല്ലോ, ആ കമ്പീനെ ഞാൻ കംപ്രസീവ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്രസീവ് ലോഡ് താങ്ങാനുള്ള കഴിവ് ആദ്യം ടെൻസൈൽ ലോഡ് കൊടുത്തിട്ട് രണ്ടാമത് ടെൻസൈൽ ലോഡ് ഈ കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത്തിനെ താങ്ങാനുള്ള കഴിവ് ഈ മെറ്റീരിയൽ അങ്ങോട്ട് പോയി കിട്ടും, കുറച്ച് കുറയും. ഓക്കെ, അതായത് നമ്മുടെ കയ്യിൽ ആദ്യം ഒന്നുകൂടി പറയാം, ആദ്യം 2 കമ്പികളുണ്ട്, സെയിം ക്രോസ് സെക്ഷൻ, സെയിം ഡയമെൻഷൻ, സെയിം കോമ്പോസിഷൻ, സെയിം സാധനം. ഈ സാധനത്തിന് എനിക്ക് കംപ്രസീവ് ലോഡ് താങ്ങാനായിട്ടൊരു ലിമിറ്റൊക്കെ ഉണ്ടാവുമല്ലോ, എന്തായാലും കംപ്രസീവായിട്ട് വളഞ്ഞു പോകാണ്ടിരിക്കാനായിട്ടുള്ളത്. കംപ്രസീവ് ലോഡ് എടുത്ത് കഴിഞ്ഞാൽ വളഞ്ഞു പോകാണ്ടിരിക്കുക, ബക്കിൾ ചെയ്ത് പോകാണ്ടിരിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ടാവും. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിന് 2നെ ഞാൻ ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിന് ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് കംപ്രസീവ് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ കംപ്രസീവ് ലോഡ് താങ്ങാനുള്ള കഴിവ് ഇതിന് പോയി കിട്ടും, കുറച്ച് കുറയും. അതാണ് ബോഷിംഗർ എഫക്റ്റ്. ഇനീഷ്യലി ടെൻസൈൽ ലോഡിന് സബ്ജക്റ്റ് ചെയ്തൊരു മെറ്റീരിയലിന് കംപ്രസീവ് സ്ട്രെങ്ത് കുറയും. ഇതിനെയാണ് ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുക. ഈ ബോഷിംഗർ എഫക്റ്റിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ റോളിംഗ് ഒക്കെ നോക്കി, റോളിംഗ് ഒക്കെ എൻറ്റയർലി കംപ്രസീവ് ലോഡാണ്. കണ്ട, എനിക്ക് ഈ മെറ്റലിൻ്റെ സാധനത്തിന് ചപ്പാത്തി പരത്തുന്ന സാധനത്തിന് പരത്തണം, പക്ഷേ മെറ്റലാണ് സാധനം, ഒരുപാട് സ്ട്രെങ്ത് വേണ്ടി വരും. അപ്പോൾ ഈ കംപ്രസീവ് ലോഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കംപ്രസീവ് ലോഡ് ഒരുപാട് ഫോഴ്സ് വേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഷീറ്റിനെ ഞാനൊന്ന് ടെൻസൈൽ ലോഡിങ്ങിന് വിധേയമാക്കും. ടെൻസൈൽ ലോഡിങ് ആദ്യം കൊടുക്കും. ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം 2500 ന്യൂട്ടൺ വേണ്ടി വരുന്ന അല്ലെങ്കിൽ 2.5 കിലോ ന്യൂട്ടൺ വേണ്ടി വന്ന സ്ഥലത്ത് പിന്നെ നമുക്ക് 1500 കിലോ ന്യൂട്ടൺ മതിയാവും. കുറയ്ക്കാൻ പറ്റും, നമുക്ക് ശരിക്കും റോളിന് കൊടുക്കേണ്ട ഫോഴ്സ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡിസൈൻ ആസ്പെക്റ്റുകളാണ്. ബോഷിംഗർ എഫക്റ്റ് അങ്ങനെ ഉപയോഗമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എക്സ്ട്രൂഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. എക്സ്ട്രൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ടൂത്ത് പേസ്റ്റിൽ എടുക്കുന്ന പരിപാടി തന്നെയാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരു കംപ്രസീവ് ലോഡ് കൊടുത്തിട്ട് മെറ്റലിനെയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളൂ. കംപ്രസീവ് ലോഡ് കൊടുത്തിട്ട് മെറ്റലിനെ ഡൈൻ്റെ അകത്ത് കൂടെ പുറത്തേക്ക് വിടുകയാണ്. അപ്പോൾ ഈ സംഗതി കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോൾ മിക്കവാറും മെറ്റൽസിൻ്റെ കംപ്രസീവ് ലോഡ് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ സാധനത്തിന് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും ബോഷിംഗർ എഫക്റ്റ് യൂട്ടിലൈസ് ചെയ്യാം. ആദ്യം ഒരു ടെൻസൈൽ ലോഡ് കൊടുത്തിട്ട് പിന്നെ കംപ്രസീവ് ലോഡ് കൊടുക്കുമ്പോൾ അത്രയും കംപ്രസീവ് ലോഡ് വേണ്ടി വരില്ല. അതാണ് ബോഷിംഗർ എഫക്റ്റ് എന്ന് പറയുക. അതുപോലെ തന്നെ ഡ്രോ ചെയ്ത ബാറിനെ സ്ട്രൈറ്റൻ ചെയ്യാനൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ചെയ്യും. ഓക്കെ, ഡ്രോയിങ് എന്ന് പറഞ്ഞ ഈ പരിപാടി. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ.